ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇ ഡിയുടെ ഈ അന്വേഷണ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഒഴിയണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. നിയമസഭയിൽ പ്രതിനിധിയായിട്ടുള്ള MLA ആയിട്ടുള്ള ശ്രീ വി മുരളീധരനും ഇന്നലെ പറഞ്ഞു പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഒഴിയണം. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത് ആവശ്യപ്പെടുന്നു. പക്ഷേ കോൺഗ്രസ് ഭരണപക്ഷത്താണ്, മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരാളും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഇ ഡിയുടെ കൃത്യമായ അന്വേഷണം ഇനിയും തുടർ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ തുടർ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിൽ മറ്റ് ചില പേരുകൾ കൂടിയുണ്ട്. ഈ PV മാത്രമല്ലല്ലോ, RC ഉണ്ട്, അതേപോലെ തന്നെ KK എന്ന് പറയുന്ന ചുരുക്കപ്പേരിലുള്ള ആളുകൾ. ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ VD സതീശൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരും ആണ്, പ്രധാനപ്പെട്ട 2 മന്ത്രിമാരാണ്. അപ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ, അങ്ങനെ കരുതുന്നുണ്ടോ ശ്രീ എം കെ ഹരിദാസ്? വിനോദ്, ആദ്യം തന്നെ എനിക്ക് ഹാഷിമിനോട് 2-3 കാര്യങ്ങളിൽ മറുപടി പറയാറുണ്ട്. അച്ഛനെ മാറ്റി പറഞ്ഞത് ഞങ്ങളല്ല, എനിക്ക് 2 മക്കളുണ്ട്. ആ 2 മക്കളുടെയും വാല് കിടക്കുന്നത് എന്റെ പേരിലാണ്. ഇവിടെ ചാനൽ ചർച്ചകളില് വീണ വിജയൻ എന്ന് പറഞ്ഞതിനെ വിമർശിച്ചത് ഇടതുപക്ഷ നിരീക്ഷകരാണ്. ആ 2 ഇടതുപക്ഷ നിരീക്ഷകരും ഇന്ന് ഒരാൾ BJP-യിലാണ്, ഒരാൾ സ്വതന്ത്രനായിട്ട് കോൺഗ്രസ് പാർട്ടി, അതായത് UDF-ന്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണ്. ഒന്ന് അസ്കറാണ്, ഒന്ന് മറ്റേ റെജി ലൂക്കോസ് ആണ്. അങ്ങനെ പറഞ്ഞില്ലാന്ന് തോന്നുന്നു. ഹാഷിം അങ്ങനെ പറഞ്ഞിട്ടില്ല. അച്ഛനെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു അച്ഛനെ മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അച്ഛനെ മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങളല്ല, നിങ്ങളാണ് പറഞ്ഞത്. അച്ഛന്റെ പേര് പറയാതെ മകളെ അല്ല, ഹാഷിം പറയണമെന്ന് തന്നെയാണ് പറഞ്ഞത്, മാറ്റി പറയണ്ടെന്നാണ് പറഞ്ഞത്. പറയണ്ടാണ്. ഇതേ സബ്ജക്റ്റിൽ 3ഓളം പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പ്രയോഗിച്ച വാക്ക് വീണ വിജയൻ എന്ന് തന്നെയാണ്. ഞാൻ ഈ ചർച്ച കഴിയുന്നത് വരെ വീണ വിജയനെ പറയുള്ളൂ, തായ്ക്കണ്ടി എന്ന് പറയില്ല. കാരണം എന്താണെന്നറിയോ, മക്കൾ അറിയപ്പെടേണ്ടത് അച്ഛന്റെ പേരിലാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ പ്രായോഗികമാക്കുമ്പോൾ അത് പിണറായി വിജയനെ ഈ കേസിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിൽ കളി കളിക്കുകയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാർട്ടികളുടെ വിജയത്തിൽ നിങ്ങൾ എന്തിനാ അഹങ്കരിക്കണത്? 5.5 ലക്ഷം പാർട്ടി പ്രവർത്തകരുണ്ട് എന്ന് എല്ലാ ചാനൽ ചർച്ചയിലും അതുമാതിരി തന്നെ മൈക്കുകൾക്ക് മുന്നിലും നമ്മുടെ MV ഗോവിന്ദനും പാർട്ടി പ്രവർത്തകരും ഉറക്കെ പറയുന്ന ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റാത്തത് പാർട്ടികൾ ചെയ്തപ്പോ എനിക്കും എന്റെ മേലുദ്യോഗസ്ഥനും കൂടി 10,000 രൂപ ശമ്പളമുണ്ടെന്ന് പറഞ്ഞ കളക്ടർ ഓഫീസിലെ PUന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ തരം താഴരുത്. നിങ്ങളെന്ത് 5.5 ലക്ഷം പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. എന്ത് 13 മന്ത്രിമാര് തോറ്റു, 50 സ്ഥിരം MLA-മാര് തോറ്റു, 5 ജില്ലകളിൽ പാർട്ടി ഇല്ലാതായി. ഇതിന്റെ വിശദീകരണ യോഗത്തിലാണ് എന്ത് പറയുന്നത്? ഞങ്ങളുടെ 5.5 ലക്ഷം പാർട്ടി പ്രവർത്തകർ ഇന്നും ഞങ്ങൾക്കുണ്ടെന്ന് അഭിമാനം കൊള്ളുന്ന നിങ്ങള് പാർട്ടികൾ നേടി വിജയത്തിന്റെ അഭിമാനം പറഞ്ഞിട്ട് ചർച്ചയിൽ ഇരിക്കരുത്. അത് മോശപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഒട്ടുമിക്ക കോടതികളിലും നിങ്ങൾ പോകാവുന്ന കോടതികളിലൊക്കെ പോയി. കർണാടക ഹൈക്കോടതിയിൽ പോയി, ഡൽഹി ഹൈക്കോടതിയിൽ പോയി, തമിഴ്നാട് കേരള ഹൈക്കോടതിയിൽ പോയി. ഈ ഹൈക്കോടതി ജഡ്ജിമാരെയും നിങ്ങൾക്ക് വിശ്വാസമില്ല ഹാഷിം? ഹൈക്കോടതി ജഡ്ജിമാർ ഒന്നും കാണാതെ ഈ കേസന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ പറയുമോ? താങ്കൾക്ക് ED വിശ്വാസമില്ല, SFIOയിൽ വിശ്വാസമില്ല, ഇൻട്രീം ബോർഡ്, ഇൻകം ടാക്സ്. ലോകത്തിലൊരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും സുതാര്യമായും സുസ്ഥിരമായും പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ഇന്ത്യയിലെ ഈ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഇൻട്രീം ബോർഡ് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീക്ക് യാതൊരു സേവനവും നൽകാതെ അന്ന് 1.72 കോടി രൂപയായിരുന്നു, അത് പിന്നീട് 2.78 കോടി രൂപയായി. ശരി, നമുക്ക് ഉദ്യോഗസ്ഥർക്കും ഡിപ്പാർട്ട്മെന്റുകൾക്ക് തെറ്റുപറ്റുന്നതായി സംഭവിക്കാം. 3 ഹൈക്കോടതികൾ എന്തുകൊണ്ട് ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ അനുമതി കൊടുത്തു EDക്ക്? EDയുടെ ബലഹീനതയ്ക്ക് അവിടെ നിൽക്കട്ടെ. 5000 കേസുകൾ അന്വേഷിച്ച് EDക്ക് കേവലം 5% കേസുകളിൽ മാത്രമാണ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനും ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞത് എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് കേട്ട ഉജ്ജ്വൽ ഭൂയാൻ എന്ന് പറയുന്ന ജസ്റ്റിസ് ആണെന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പൊ ED ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവർ കൃത്യമായ അന്വേഷണമായി മുൻപോട്ട് പോകുന്നു. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല ഇത്തരം രേഖകൾ കിട്ടുക. ശ്രീ ഹരി വായിച്ചില്ലേ ആ രേഖകളുടെ വിഷയങ്ങള്? പിന്നെ വിനോദ്, എനിക്കിതിൽ ഒരു കാര്യം പറയാനുണ്ട്. ഈ കണ്ടുകെട്ടല് അതൊന്നും വലിയ കാര്യമുള്ള സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇപ്പോ കരിവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ AC മൊയ്തീന്റെ 29 ലക്ഷം രൂപ കണ്ടുകെട്ടിയിരുന്നു. അത് പിന്നീട് വിട്ടുകൊടുത്തില്ലേ? വിട്ടുകൊടുക്കാൻ വേണ്ടി കോടതി പറഞ്ഞില്ലേ? എന്നിട്ട് AC മൊയ്തീൻ കേസിലെ പ്രതിയായോ? അപ്പോ ED നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരുടെങ്കിലും പൈസ ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. വീണ വിജയന്റെ പൈസ, ഒരുപക്ഷെ എന്റെ പൈസ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട് വീണ വിജയൻ നാളെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ED എത്തായികയൊന്നുമില്ല. ഒരു കാര്യം വിനോദ് മനസ്സിലാക്കണം. നോക്കൂ, സർക്കുലർ ഫണ്ടിങ്, അതായത് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സർക്കുലർ ഫണ്ടിങ്ങിന്റെ ഭാഗമായിരിക്കുകയാണ് ഈ വീണ വിജയൻ. അവർ വീണ വിജയൻ എന്ന് പറയുന്നത് ഒരു നികുതിദായകയല്ല, ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു മുഖ്യമന്ത്രിയുടെ മകള്. അവരുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മാത്രവുമല്ല, അവരുടെ ഭർത്താവ് കേരളത്തിലെ ഒരു മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തില് അവര് സർക്കുലർ ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ധാർമ്മികത. ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ വിഷയം മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും അവജ്ഞ ഈ പിണറായി വിജയനോട് തോന്നിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അതേ പ്രായമുള്ള വ്യക്തി ലൈംഗികമായിട്ട് ഈ സോളാർ കേസിലെ പ്രതിയെ ഉപയോഗിച്ചു എന്നും പത്രക്കാരോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് വിനോദേ. ക്ലിഫ് ഹൗസിന്റെ ഒരു മുറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഈ മുറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണോ എന്ന്. 10 വർഷം ഭരിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അത്തരത്തിലൊരു വൃത്തികെട്ട കാര്യം ചെയ്തു എന്ന് തെളിയിക്കാൻ ഇദ്ദേഹത്തിന് ആയില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൽ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വം രാജിവെക്കില്ല, കടിച്ചു തൂങ്ങി നിൽക്കും. കേരളം കണ്ട അധികാരത്തിന്റെ ഏറ്റവും മൂർധന്യഭാവത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചതിന്റെ സുഖം കണ്ട വ്യക്തിയാണ് ഞാൻ. ഗുരുവായൂരായിരുന്നു ഇന്ന് പകല്. ഗുരുവായൂരിൽ നിന്ന് ഞാൻ ഇന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ പറവൂര് ഒരു ട്രailer പോകുന്നതുമായിട്ടുള്ള അങ്ങേയറ്റം ഒരു ട്രാഫിക് ജാം. ഒരു ട്രailerല് ഒരു വലിയ ബുൾഡോസർ കൊണ്ടുപോവുകയാണ്. കേരളം 2 കിലോമീറ്ററോളം ട്രാഫിക് ഉണ്ട് എറണാകുളം ഭാഗത്ത് നിന്ന് പറവൂർക്ക്. ഇതിന്റെ ഇടയിൽ പോലീസ് സൈറൺ മുഴക്കാതെ ഒരു പോലീസ് വണ്ടി കുത്തിക്കയറ്റി വരുന്നുണ്ട്. നോക്കുമ്പോ എന്താ അതിന്റെ പിന്നില് കേരളത്തിന്റെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറാണ് VD സതീശന്റെ. അപ്പോ VD സതീശന്റെ വീടിന്റെ അവിടെയൊക്കെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് പറവൂർക്ക് പോകുന്നുണ്ട്. മുൻപിൽ ഒരു വാഹനമുണ്ട്, പിന്നിലൊരു വാഹനമുണ്ട്, നടുവിലത്തെ വാഹനത്തിൽ അദ്ദേഹമുണ്ട്. പോലീസ് സൈറണില്ല, വാഹനങ്ങളോട് വഴിമാറാൻ പറയുന്നില്ല, 1.5 കിലോമീറ്റർ ട്രാഫിക് കൺജഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരു മാതൃകയായ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ടപ്പോ ഈ മനുഷ്യൻ, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിന്റെ ഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് 45 വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ച കാര്യം ഞാൻ ഓർമ്മിച്ചു. അപ്പൊ ധാർമ്മികത എന്നുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്ത കേരളം ഭരിച്ച ഏക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയനാണ്. മറ്റൊരു കാര്യം കൂടി വിനോദ് പറയാൻ എന്നെ അനുവദിക്കണം ദയവ് ചെയ്തിട്ട്. അടുത്ത ഒരു 25 വർഷത്തേക്ക് കേരളം ഭരിക്കുന്നവർക്ക് ഒരു ഡാമേജും ഇല്ല. എന്ത് വൃത്തികേട് കാണിച്ചാലും ഈ 10 വർഷം നമ്മുടെ കേരളം, അതായത് LDF ഭരിച്ച 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടം അടുത്ത 50 വർഷത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഇനിയുള്ള 25 കൊല്ലം കേരളം ഭരിക്കുന്ന സർക്കാരുകളെ ജനം താരതമ്യം ചെയ്യുക. ആ 10 വർഷത്തെ ദുരന്തമൊന്നും നിങ്ങൾക്കില്ലല്ലോ, ആ 10 വർഷത്തെ കൈയിട്ടുവാരലൊന്നും നിങ്ങൾക്കില്ലല്ലോ, ആ 10 വർഷത്തെ അഴിമതിയൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത 25 വർഷം ഇത്തരം ചർച്ചകളും മറ്റും നടക്കാൻ പോകുന്നത്. കാരണം അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ED പോയി പുറത്തുവിട്ടിരിക്കുന്നത്. 13% ഷെയറുള്ള സംസ്ഥാന സർക്കാരിന് ഷെയറുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് യാതൊരു സേവനവും നൽകാതെ മകൾക്ക് പണം വാങ്ങാൻ വേണ്ടി കൂട്ടുനിന്ന ഒരച്ഛൻ, ഒരു മുഖ്യമന്ത്രി, ഒരു സാധാരണ മന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലേക്കുള്ള കാര്യങ്ങളുടെ വ്യക്തമായ തെളിവുകൾ പുറത്തുവിടുമ്പോൾ ഒരു സെക്കൻഡ് കൂടി എനിക്ക് തരണം. KM മാണി രാജിവെച്ചതൊരു കാര്യം വിനോദ ആലോചിക്കണം. ഹൈക്കോടതി പറയുന്നു സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് പറയുന്നു. മണിക്കൂറുകൾക്കകം മാണി രാജിവെക്കുന്നു. അതാണ് ധാർമ്മികത. അതുപോലെ തന്നെ ഇവിടെ ഒരു മന്ത്രിയുടെ ഭാര്യയായിരുന്നു ഇവർ. മുഖ്യമന്ത്രി ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഒരു മണിക്കൂർ പോലും താമസിക്കാതെ രാജിവെക്കേണ്ട അവസ്ഥയാണെങ്കിലും ഒരു കാരണവശാലും അദ്ദേഹം അത് ചെയ്യില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതെ, 10 വർഷം നമ്മൾ കണ്ടതാണ്. എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു, എന്തെല്ലാം ആരോപണങ്ങൾ വന്നു, ഏതെല്ലാം നേതാക്കൾ പ്രത്യേകം സമരം നടത്തി, എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ യാതൊരു ഉളുപ്പുമില്ലാതെ 10 വർഷവും അദ്ദേഹം തുടർന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിനെതിരെയാണ്
ഇപ്പോൾ വലിയ ആക്ഷേപം വരുന്നത് ധാർമ്മികത എന്ന് എല്ലാ കാലത്തും ഉയർത്തി പറയുന്ന പിണറായിക്ക് ഇക്കാര്യത്തിൽ മാത്രം മറുപടിയില്ല എന്നുള്ളതാണ്.